റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ പിക്ചർ ഓൺ റൈറ്റ്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അതിൽ 100 ഡിഗ്രി, 110 ഡിഗ്രി, 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. കാരണം ടോട്ടൽ എല്ലാ ആംഗിൾസും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? 360 കിട്ടേണ്ടത് കൊണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യം. ഇനി അടുത്ത പറയുന്നത് ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതെല്ലാമാണ് ട്രൂ എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ ഇതിൽ ആദ്യത്തേത് സി എസ് ഇൻസൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ എ ബി ഡി. ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. സി എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ എ ബി ഡി. എ ബി ഡി എന്ന് പറയുന്ന ഈ 3 പോയിന്റ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ സി എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും എന്നാണ് ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയാണോ? ശരിയാണ്. കാരണം ഇവിടെ നമുക്ക് ആംഗിൾ എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററലിൻ്റെ 4ാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അത് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. ആൻഡ് ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ആൻഡ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് അറിയാവുന്ന തിയറി. അപ്പോൾ ഇത് പ്രകാരം ഈ 3 വെർട്ടിസസിൽ കൂടെയും ഒരു സർക്കിൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ സി എന്ന് പറയുന്ന സർക്കിൾ ഈ വെർട്ടെക്സിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 110 ഡിഗ്രി ആയതുകൊണ്ട് അത് 90 ഡിഗ്രിനേക്കാളും കൂടുതലായതുകൊണ്ടും നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇത് സർക്കിളിന് അകത്താണ്, ഇൻസൈഡ് ദ സർക്കിൾ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി എ ഇസ് ഔട്ട്സൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ബി സി ഡി. എ എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും ബി സി ഡിയിലൂടെ പാസ് ചെയ്യുമ്പോൾ. ബി സി ഡി എന്ന് പറയുന്ന 3 പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും എന്നാണ് പറയുന്നത്? ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് തെറ്റാണ് അല്ലേ? കാരണം ഇത് 100 ഡിഗ്രി ആയതുകൊണ്ട് 90 ഡിഗ്രിനേക്കാളും കൂടുതലായതുകൊണ്ട് അതെപ്പോഴും ഇൻസൈഡ് ദ സർക്കിളാണ് നിൽക്കുക. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി അടുത്തത് ബി ഇസ് ഓൺ ദ സർക്കിൾ പാസിംഗ് ത്രൂ എ ഡി സി. ബി ഇസ് ഓൺ ദ സർക്കിൾ പാസിംഗ് ത്രൂ എ ഡി സി. എ സി ഡിയിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ബി ഓൺ ദ സർക്കിൾ ആണ് അല്ലേ? അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ബി ഇസ് ഓൺ ദ സർക്കിൾ പാസിംഗ് ത്രൂ എ ഡി സി. ഈ 3rd സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ബി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് ഈ ബി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിലെ പോയിന്റ് ആയിരിക്കും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബിയും കൂടെ സർക്കിളിലെ പോയിന്റ് ആയി കഴിഞ്ഞാൽ ഈ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലായിട്ട് മാറണം അല്ലേ? അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രി കിട്ടണം. പക്ഷേ ഇവിടെ ഒരിക്കലും കിട്ടുന്നില്ല അല്ലേ? അതുകൊണ്ട് അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലാത്തത് കൊണ്ട് ഈ 4 പോയിന്റ്സും എന്തിലല്ല? സർക്കിളിൽ വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് 3rd സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി 90 ഡിഗ്രി എന്ന് കണ്ടതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഓപ്ഷൻ ശരിയാണ് എന്ന് തോന്നാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അതല്ല, തെറ്റാണ്. ഇനി അടുത്തത് ഡി ഇസ് ഔട്ട്സൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ എ ബി സി. എ ബി സിയിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഡി എന്ന് പറയുന്നത് 90 ഡിഗ്രിനേക്കാളും കുറവായതുകൊണ്ട് അതെന്തായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1, 4 ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം എനി പോയിന്റ് ഓൺ എ സൈഡ് ഓഫ് ആൻ ആംഗിൾ ഓഫ് 40 ഡിഗ്രി ഈസ് sin 40 times the distance of the point from the vertex of the angle. Second statement, the sides of 2 triangles with the same angles are scaled by the same factor. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? ഈ തന്നിരിക്കുന്നതിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണോ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അടുത്തത് ഫോൾസ്, അങ്ങനെ ആ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ കറക്റ്റ് റീസൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ ബിയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ ഇഫ് 2 dice വിത്ത് നമ്പേഴ്സ് 1 to 6 മാർക്ക്ഡ് ഓൺ ദെയർ ഫേസസ് are rolled together, what is the probability that the sum of numbers turning up 9?
ടേണിംഗ് അപ്പ് as 9. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 2 ഡൈസാണ് നമ്മൾ റോൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 36 ആണ്. 6 × 6 = 36 ആണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി വരുന്ന ഈ 2 ഡൈസ് എറിയുന്ന സമയത്ത് കിട്ടുന്ന നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 9 ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? 3 6 വരാം, അല്ലെങ്കിൽ 4 5 വരാം, അതുപോലെ 5 4 വരാം, അതുപോലെ 6 3 വരാം. ഇത്രയാണ് പോസിബിലിറ്റീസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എത്രയായിരിക്കും? ആകെ 4 പോസിബിലിറ്റീസാണ് ഉള്ളത്. സോ പ്രോബബിലിറ്റി ഈക്വൽ ടു നമുക്ക് 4 എണ്ണമാണ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 36 ആണ്. സോ 4/36 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 4/36 നമുക്ക് ഒന്നും കൂടെ ഷോർട്ടാക്കിയിട്ട് 1/9 എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് 18th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 40. വാട്ട് ഇസ് ദ സം ഓഫ് 7th ആൻഡ് 13th ടേം ഓഫ് ദിസ് സീക്വൻസ്? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് x2 + x18 എന്ന് പറയുന്നത് 40 ആണെങ്കിൽ നമുക്ക് എന്തറിയാം? നമുക്കൊരു റിസൾട്ട് അറിയാം. അതായത് x7 + x13 എന്ത് തന്നെ ആയിരിക്കും? 40 തന്നെ ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഇതും 40. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 40 ആണ്. ആൻഡ് വാട്ട് ഇസ് ദ 10th ടേം ഓഫ് ദി സീക്വൻസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ 10th ടേം എന്ന് പറയുന്നത് 7th ടേമിൻ്റെയും അതുപോലെ 13th ടേമിൻ്റെയും മിഡിൽ ടേം ആയിരിക്കുമല്ലോ 10th ടേം എന്ന് പറയുന്നത് അല്ലേ. സോ മിഡിൽ ടേം കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ആ സമ്മിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ടേം കിട്ടും. സോ ദ ആൻസർ ഇസ് 20. സോ 10th ടേം എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ്റെ ബി ക്വസ്റ്റ്യൻ ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ദ സം ഓഫ് 4th, 5th and 6th terms of an arithmetic sequence is 90. What is the 5th term? ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേംസ് തന്നിട്ടുണ്ട്. അതിൻ്റെ സം എന്ന് പറയുന്നത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ 5th ടേം കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് x4 + x5 + x6 എന്ന് പറയുന്നതാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? 90 കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ x5 കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? ഈ സമ്മിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മിഡിൽ ടേം, അതായത് 5th ടേം കിട്ടും. ദാറ്റ് ഈസ് 30 ആണ് ഇതിൻ്റെ 5th ടേം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ്? ആദ്യത്തെ 9 നമ്പേഴ്സിൻ്റെ സം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം 9 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് x5 എന്ന് പറയുന്നത് 30 ആയതുകൊണ്ടും ഈ x5നെ നമ്പർ ഓഫ് ടേംസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് കിട്ടും. ദാറ്റ് ഇസ് 270 എന്ന് പറയുന്നതാണ് ആദ്യത്തെ 9 ടേംസിൻ്റെ സം എന്ന് പറയുന്നത്. സോ 270 ഈസ് ദ ആൻസർ. If the common difference of such an arithmetic sequence is 5, then what is the first term? Okay, അതായത് ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ ടേം കണ്ടെത്താനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ x5 എന്ന് പറയുന്നത് 30 ആണെന്ന് അറിയാലോ. ഈ 30യിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 30യിൽ നിന്ന് ഒരു 4 തവണ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതിയാവുമല്ലോ. സോ 30 - 4 × 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 30 - 20 = 10 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതാണ് 10th ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, a box contains paper slips bearing numbers 1 to 10. Another box contains slips bearing multiples of 3 below 25. One slip is to be taken from each box. In how many ways can this be done? ഓക്കെ, ഒരു ബോക്സിൽ 1 to 10 നമ്പേഴ്സ് ഉള്ള പേപ്പർ സ്ലിപ്സ് ഉണ്ട്. അടുത്ത ബോക്സിൽ 25 താഴെയുള്ള 3ൻ്റെ മൾട്ടിപ്പിൾസ് ഉള്ള പേപ്പർ സ്ലിപ്സ് ആണ് ഉള്ളത്. ഓരോ
സ്ലിപ്പ് നമ്മൾ ഓരോ ബോക്സിൽ നിന്നായിട്ട് എടുക്കുന്നു. ഇനി ഇൻ ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി ഡൺ, എത്ര രീതിയിൽ നമുക്കിതിനെ എടുക്കാൻ കഴിയും എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ആദ്യത്തെ ബോക്സിൽ 1 to 10 നമ്പേഴ്സാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്കവിടെ 10 സ്ലിപ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി 25 താഴെയുള്ള 3യുടെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് 3, 6, 9, 12, 18, 21, 24 ഇതൊക്കെയാണ്. സോ ഇവിടെ 12, 15 കൂടെ ഉണ്ട്, സോറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 8 നമ്പേഴ്സാണ് ഈ 3ൻ്റെ മൾട്ടിപ്പിൾസ്. ബിലോ 25 വരുന്നത്. സോ ഇവിടെ 8 വരും. അപ്പോൾ 10 into 8 എന്ന് പറയുന്നത് 80 വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇത്രയും വേസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ പിക്ചർ ABCD ഇസ് എ സ്ക്വയർ ആൻഡ് P is the midpoint of AB and a point is marked arbitrarily within the square. What is the point would be within the shaded part? ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ